കർക്കിടക മാസം പഞ്ഞമാസം എന്നാണല്ലോ പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ആ കാലത്ത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. പഴയ തലമുറക്കാരുടെ ശരീരം ഹെൽത്തി ആയിരിക്കുവാൻ അവർ കഴിച്ചിരുന്ന ഒരു പ്രകൃതി വിഭവമാണ് കണില. കണിലക്കറിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കണിലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. വലിയ മുളയുടെ കൂമ്പ് വെച്ചിട്ടുള്ള വിഭവമല്ല, അതിനേക്കാളും രുചിയേറിയതും ഒരുപാട് പോഷക ഗുണവുമുള്ള നമ്മുടെയൊക്കെ പറമ്പിൽ നട്ടു വളർത്താൻ സാധിക്കുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട ചെടിയുടെ കൂമ്പ് വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പോള അടർത്തി മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യം. ഈ പോളയിലുള്ള ഇളം നീളനിറത്തിലുള്ള ചെറിയ രോമം പോലുള്ള സാധനം നമ്മുടെ ദേഹത്ത് പറ്റിപ്പിടിക്കാതെ നോക്കണം. ശരീരഭാഗങ്ങളിൽ അത് പറ്റിപ്പിടിച്ചാൽ ഭയങ്കര ചൊറിച്ചലായിരിക്കും, അവിടെ തടുത്തു പൊങ്ങുകയും ചെയ്യും. അഥവാ ദേഹത്ത് പറ്റിയാൽ തന്നെ അല്പം വെളിച്ചെണ്ണ പുരട്ടിയാൽ തടുത്തു പൊങ്ങുന്ന ഭാഗത്ത് കുറയുകയും ചൊറിച്ചൽ മാറിക്കിട്ടുകയും ചെയ്യും. ഇതിനെ ഞങ്ങൾ വിളിക്കാറ് ഊവി എന്നും രംഗൽ എന്നൊക്കെയാണ്. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കടുത്ത വേനൽ കഴിഞ്ഞ് മണ്ണിലേക്ക് പുതുമഴ പെയ്തിറങ്ങുമ്പോൾ ഇവയുടെ ചുവടിൽ നിന്നും ചെറിയ മുളകൾ ഉണ്ടാകുകയും ഏകദേശം ഒരടിക്ക് താഴെ വലിപ്പമെത്തുമ്പോൾ പറിച്ചെടുത്ത് അതിൻ്റെ പുറത്തുള്ള പോളകൾ അടർത്തി മാറ്റി ഈ ചെടിയുടെ ഇളം നാമ്പ് എടുക്കുക. നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിൽ നല്ലതുപോലെ ഇതൊന്ന് കഴുകണം. എന്നിട്ട് വളരെ നൈസായിട്ട് വട്ടത്തിലോ അല്ലെങ്കിൽ ചെറുതായി തരിച്ച് കുനുകുനെ അരിഞ്ഞെടുക്കുകയോ ചെയ്യാം. രണ്ടും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതുണ്ടാക്കുവാൻ വേണ്ടി അല്പം കാന്താരി ആവശ്യമാണ്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ മത്തൻ്റെ അഥവാ ചിരങ്ങയുടെ ഇല ചെറുതായി അരിഞ്ഞതും നേരത്തെ വേവിച്ച് വെച്ച കണിലയും. പച്ചമുളകായാലും കുഴപ്പമില്ല കേട്ടോ. ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കണിലയും അതുപോലെ തന്നെ മത്തൻ്റെ ഇലയും വെളുത്തുള്ളി ചതച്ചതും കാന്താരി ചതച്ചതും അല്പം ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് നന്നായി ഇളക്കണം. അടുപ്പിൽ തീ പിടിപ്പിച്ച് ചട്ടി അതിൽ വെച്ച് വീണ്ടും നന്നായി ഒരു 5 മിനിറ്റ് സമയം ഇളക്കി കൊടുക്കുക. നല്ല ചൂടാകുമ്പോൾ ചട്ടിയിൽ നിന്ന് നല്ല ആവി ഉയർന്നു വരുന്നതായി കാണാം. ഈ ആവിയുടെ സ്മെല്ലിൽ തന്നെ നിങ്ങൾക്കിതിൻ്റെ രുചി എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും.
അല്പം കഞ്ഞിയെടുത്ത് അതിലേക്ക് ഈ കറിയും കൂട്ടി കഴിച്ചു നോക്കണം മക്കളെ. വേറെ ലെവലാണിത്. ഈ വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങൾ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതോടൊപ്പം തന്നെ വട്ടത്തിലരിഞ്ഞ കറിയാക്കിയ കടലക്കറിയും കൂടി ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട്.